തന്നോടല്ലേ പറഞ്ഞ എനിക്ക് മാനേജറെ കാണണമെന്ന് ഞാൻ പറഞ്ഞ മനസ്സിലാക്കാത്തത്. ഹലോ ശശി, ആരാ അവിടുന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കണേ? അവർ എൻ്റെ ക്യാബിലേക്ക് വിട്, ഇങ്ങോട്ട് വിട്. ഞാൻ പറഞ്ഞില്ലോ വിടുന്നു. ഇതെന്താ അവിടെ ഭയങ്കര ബഹളം? എന്താ പ്രശ്നം? ഇരിക്കി, എന്താ പ്രശ്നം? സമാധാനം വഴി പറഞ്ഞു. ഞങ്ങളുടെ 4 ലക്ഷം റുപ്യ കാണാനില്ല, അതന്നെ പ്രശ്നം. 4 ലക്ഷം റുപ്യ അവിടെ പോയി സാറേ. അത് അറിഞ്ഞൂടെ, അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതാണ്, ഇപ്പൊ ഇല്ല. ഏത് ഇവിടുത്തെ അക്കൗണ്ടിലോ? ഇതിപ്പോ കാണുന്നില്ല എന്നാ പറയണേ? ഇല്ല. എന്താ നിങ്ങളെ പേര്? മണ്ടോദരി. അക്കൗണ്ട് നമ്പർ ഒന്ന് പറയും. 133 60 28 7. മണ്ടോദരി സുഗതനുണ്ണി ജോയിന്റ് അക്കൗണ്ടാ? അതെ. ഇതിനാപ്പം നിങ്ങൾ ഇത്ര വർത്താണ്ടാക്കിയ 250 റുപ്യ കാണാനോ? 250 റുപ്യ അതിൻ്റെ അകത്ത് ബാലൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബഹളം കൂട്ടുന്നത്. 4 ലക്ഷം റുപ്യ ഉണ്ടായിരുന്നു, അപ്പൊ എങ്ങനെ 250 റുപ്യ ആയിരുന്നു? എവിടെ പോയത്? അതറിയാനല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ഈ ഓൺലൈൻ ഇടപാടുകളൊക്കെ നടത്താൻ തുടങ്ങി എത്ര കാലമായി? 1 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 1 വർഷമായി. ആണോ? എന്താ അറിയോ, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചൻ്റെ ഉള്ളിൽ 4 ട്രാൻസാക്ഷൻ നടന്നിക്കണം. 4 തവണ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിക്കണം. 4 പ്രാവശ്യം? അത് സുമേഷ് രാഘോ പാട്യ, ഗുജറാത്തിലുള്ള ഒരാൾക്കാണ് പോയത്. അതാരാന്ന് ഞമ്മളോട് ചോദിക്കണത്? നിങ്ങൾ അയച്ചതല്ലേ? ആരടിയത്? എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ആർക്കും അയച്ചിട്ടില്ല. നിങ്ങൾ അയക്കാണ്ട് പിന്നെ എങ്ങനെ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുക? അതല്ലേ സാറ് പറഞ്ഞ, അവൾ അയച്ചിട്ടില്ല, പിന്നെ കാശ് പോവും ചെയ്തു. അതറിയാൻ കിടല്ലാണ്ട് പിന്നെ എങ്ങോട്ടാ വരിക? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അക്കൗണ്ട് ഇവിടെ വന്നിട്ടല്ല നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തിയ, ഓൺലൈനാണ്. അതിൽ നമുക്കൊന്നും പറയാൻ പറ്റൂല. ഇത് ബാങ്കിന്റെ കള്ളത്തരമാണ്. ഞങ്ങളുടെ ബാങ്ക് പറയാൻ പാടില്ല. പിന്നെ കള്ളത്തരം എന്നല്ലാണ്ട് എന്താ പറയാ? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, പിന്നെ കാശ് പോയി കഴിഞ്ഞാൽ അതിനെന്താ പറയാ? നിങ്ങളിങ്ങനെ ചൂടായിട്ട് കാര്യമില്ല. ഈ ക്രോധം ഒന്നിനൊരു പരിഹാരമല്ല. നമ്മുടെ മസ്തിഷ്കത്തിനുള്ളിൽ ചില പ്രത്യേക തരം കഥാപ്രസംഗം പറയാതെ ഇതിന്റെ കാരണം എന്താ വെച്ചാൽ അത് പറയാൻ നോക്കുന്നത്. കാശ് പോയിട്ടായിരിക്കും. ഇതിപ്പോ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവര് ചെയ്തതല്ലോ. അതാണ് അത് അയാൾ പറഞ്ഞ മനസ്സിലാക്കി നിങ്ങള്. പിന്നെ അടങ്ങിയിരിക്കുന്നേ സാറേ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പറ്റും? നോക്കാം, സമാധാനപരമായിട്ട് സംസാരിക്കും നിങ്ങള്. ഇത് ബാങ്കല്ലേ, ചന്തല്ലല്ലോ. കാശ് പോയവർക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ. അങ്ങനെ ഉണ്ടെന്നല്ലേ? ഓരോ അക്കൗണ്ട് ഇപ്പൊ നിലവിലില്ല. കണ്ട മണ്ടു, നീ സത്യം പറ, എന്താ കാശ് കാണിച്ചേ? അച്ഛൻ, ഞാൻ അയച്ചിട്ടില്ല അച്ഛൻ ആർക്കും. നിങ്ങൾ ഈ ബാങ്ക് വഴിയാണ്ട് ട്രാൻസാക്ഷൻ നടത്തിയെങ്കിൽ അതിന്റെ രേഖ ഇവിടെ ഉണ്ടാവും. ഇത് ഈ ഓൺലൈൻ നടത്തണ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലാ. അതിന് ഞമ്മക്കൊന്നും പറയും. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയാൽ ഇവിടെ കാണിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഈ പൈസയുടെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളൊരു കാര്യം ചെയ്യാം സാറേ. ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊടുക്കി. അതല്ലേ ഇപ്പൊ എങ്ങനെയാണ് പൈസ എങ്ങനെയാണ് പോയത് നമുക്ക് കണ്ടുപിടിക്കണല്ലോ. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയണല്ലോ. അതറിയണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റേഷൻ വരെ പോവാം അല്ലേ? നിങ്ങൾക്ക് ബാങ്കുകാർക്ക് ഇത് പറ്റിയില്ലെങ്കിൽ ഇത് തെളിയിക്കാൻ പറ്റുമെന്ന് നോക്കണല്ലോ. അല്ല, ആയിക്കോട്ടെ. ശരി സാർ. നിങ്ങളെ ഈ ക്രോധം ഉണ്ടല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാ പെണ്ണുങ്ങളൊക്കെ അയാളെ സഹിക്കണേ? മറിമായം